ദുബായ് റിയൽ എസ്റ്റേറ്റ് അല്ലെ ദുബായിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഉള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അത് പല പ്ലാനുകളും ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ അനുസരിച്ചാണ് ദുബായിയുടെ മുഴുവൻ ഡെവലപ്മെന്റ്. ലെറ്റ്സ് സേ മെട്രോ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? മെട്രോയുടെ അടുത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും ബൂമായി. പുതിയ മെട്രോ ലൈൻസ് പറയുന്ന സ്ഥലങ്ങളിലെ എല്ലാം ഇപ്പോഴും ബൂമിങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ഒരു മെട്രോ വന്നതുകൊണ്ട്. ഇനിയിപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ 2040 മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അപ്പൊ ആ മാസ്റ്റർ പ്ലാനിലുള്ള ദുബായിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആ പറഞ്ഞിരിക്കുന്ന ഏരിയകളെല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതുകൂടാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേൾഡ് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സാധനമാണ് അൽ മക്തൂം എയർപോർട്ട് ദുബായ് സൗത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്ന ഒരു എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, വിഷനറി പ്ലാൻസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നന്നായിട്ട് ബൂം ചെയ്യും. കാരണം ഈ മില്ലനർ മൈഗ്രേഷനും അതുപോലെ തന്നെ ഇപ്പോഴും ദുബായിലുള്ള വേൾഡ് സിറ്റീസിനെ നോക്കിയാൽ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് കുറവാണ്. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഹോട്ട്സ്പോട്ട്സ് ആയിട്ടുള്ള ഓൾ ഫേവറേറ്റ് ലൊക്കേഷൻസ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി അതിലൊരു ഡിമാൻഡ് ഉണ്ട്. പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഉള്ള ഗ്രോത്ത് വരുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ ഒരു നല്ല മൂവ്മെന്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്.